മക്കളെ അല്ലാതെ ഏറ്റവും അവസാനമാണ് ഫോൺ എഴുതിക്കും. ഞാൻ വിട്ടു. ഞാൻ വർക്ക്ഷോപ്പിലാണ് കാണാൻ പോയിരുന്നാണ്. ഇരിക്കവിടെ കൊച്ചിന്റെ കാര്യല്ലേ. അല്ല റൊണാൾഡോ പൊക്കോട്ടെ, എനിക്ക് ലല്ലുചേട്ടൻ എഴുതി തരും. ആര്? ലല്ലുചേട്ടൻ. ആര് പറഞ്ഞു? ലല്ലുചേട്ടൻ തന്നെ. എടി മുത്തേ, നിന്റെ അനിയനല്ലേടി ഇത്? നിനക്കിതൊന്നും എഴുതി കൊടുക്കാൻ പാടില്ല. നീ എന്ത് കാണിച്ചിട്ടേ ഇരിക്കുന്നത് ഇത്ര നേരമായിട്ട്? അതിനിപ്പോ ഞാൻ എന്താണ്? എനിക്ക് എന്റെ കാര്യങ്ങളില്ല, ഞാനും തിരക്കിലല്ലേ. എന്ത് കാര്യം? ഫോണിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ ഇത് ഇവിടെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഈ കൊച്ചിനൊന്ന് പറഞ്ഞു കൊടുക്കാൻ, എഴുതി കൊടുക്കാൻ നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ ഈ പ്രായം കഴിഞ്ഞല്ലേ വന്നത്. അപ്പൊ ഇത് എനിക്ക് അസൈൻമെന്റ് ഒന്നും വരുമ്പോ നിങ്ങൾ ആരും കണ്ടില്ലല്ലോ സഹായിക്കാൻ. ഞാൻ ആരെങ്കിലും എന്തെങ്കിലും അറിയിച്ചോ? അപ്പൊ അവനെ ചെയ്യാൻ അറിയാം, അവൻ സ്വന്തമായിട്ട് ചെയ്തോളൂ. ഇഷ്ടംപോലെ എന്തെങ്കിലും അത്യാവശ്യ കാര്യമായിരിക്കും വീട്. പിന്നെ ഫോണിലാണല്ലോ അത്യാവശ്യ കാര്യം ഇരിക്കുന്നത്. മോനിതിപ്പോ എഴുതിക്കൊണ്ട് പോകേണ്ട കാര്യം മിസ് പറഞ്ഞിട്ട് എന്തിന്? അതെന്തെന്നറിയാമോ, ഞാൻ ബ്ലൂ ഹൗസിന്റെ ലീഡർ അല്ലേ. അപ്പം ഞാൻ ഇത് കൊണ്ട് കൊടുക്കുമ്പം ടീച്ചർ ക്ലാസ് റൂമിൽ തൊട്ടിച്ചു വെക്കും. എന്നിട്ട് ഒട്ടിച്ചു വെച്ചിട്ട് അവന്റെ പേര് താഴെ എഴുതും. ഇപ്പൊ ടീച്ചർമാർ അതിന് വലിയ കാര്യമാ. അവർക്ക് എഴുതാൻ പറ്റില്ലാത്ത പിള്ളേരുടെ കയ്യിലങ്ങ് കൊടുത്തു വിടും. ഇപ്പൊ ക്ലാസ് നിറച്ച സാധനങ്ങളായിരിക്കുമല്ലോ. അടുത്ത നോക്കട്ടെ. ഞാൻ അവളുടെ തള്ളയായിട്ട് പറഞ്ഞിട്ട് വല്ല മൈൻഡും അവക്കൊണ്ടോ നോക്കി. വിഡി ചേച്ചി, അവക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യമായിരിക്കും. അത് തന്നെ. നിനക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഫോണ് കഴുത്തേല് കെട്ടിത്തൂക്കിയിട്. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. അമ്മ ഫോൺ കൊടുത്തപ്പോ മുതലുള്ള വഴക്ക ഇവരും ഈ ഫോണിനകത്തുള്ളത്. അന്നേ ബ്ലോക്ക് ചെയ്തിടായിരുന്നു. അടുത്ത മാതൃവചനം നോക്കട്ടെ, അടുത്ത എടുക്കട്ടെ. ഒരു ഫോണ്.